ഒരു മണിക്കൂറിൽ 400 ഇടിയപ്പം ഒരുമിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇടിയപ്പം മേക്കിംഗ് മെഷീനാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ യുണീക് ഫുഡ് മെഷീൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഇവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത് സേലത്താണ്. ഞാൻ ഈ മെഷീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മെഷീൻ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കൊച്ചിയിൽ വന്നാൽ മതി, അതല്ല ഇവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് സേലത്താണുള്ളത്. ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു മണിക്കൂറിൽ 400 ഇടിയപ്പം അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൽ എത്ര വെയിറ്റ് നമുക്ക് ഇതിനകത്ത് 1 കിലോ ഇടാൻ പറ്റും. ഓക്കെ, വെള്ളവും മാവും ചേർത്ത് 1 കിലോ മിക്സ് ചെയ്ത് വരുമ്പോൾ 1 കിലോ വരും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെ ചെറിയൊരു മെഷീനാണ്. നമുക്ക് ഒരു മണിക്കൂറിൽ 400 ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പൊ ഒരു ദിവസത്തിൽ എത്ര മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് കണ്ടിന്യൂ റൺ ചെയ്യുന്നതുകൊണ്ട് കണ്ടിന്യൂ റൺ ചെയ്യാം. 4 മണിക്കൂർ ഹോട്ടലില് അതേപോലെ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തൊന്ന് നോക്കാം. മാവ് ഇട്ടിട്ടുണ്ട്. മാവ് ഇതിലിപ്പോ 1 കിലോ ആണല്ലോ. 1 കിലോ ആണ്. 1 കിലോ. നമ്മൾ മാവ് മിക്സ് ചെയ്യുക, ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. സാധാരണ ഏതൊരാൾക്കും ഇതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യം, ജസ്റ്റ് കണ്ടാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രസ്സിങ് കൊടുക്കുക. പ്രസ്സിങ് കൊടുക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം നേരെ താഴേക്ക് വരും. ഈ ഇടിയപ്പത്തിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഇടുക. പ്രസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ വന്നതിന് ശേഷം ആദ്യം മാറ്റിയിട്ട് പിന്നെ പുതിയത് വെക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ജസ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി ഇട്ട് കൊടുക്കുക. പിന്നെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് ഇടിയപ്പം പ്രസ് ആയി വരും. ഇതിലിപ്പോ 40 ഗ്രാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഇതിന്റെ ഗ്രാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല നീറ്റ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈ മെഷീന്റെ വലിയ മെഷീൻ അവൈലബിൾ ആണോ? 2.5 കിലോ വരെ ഇടാവുന്ന മെഷീൻ അവൈലബിൾ ആണ്. നമുക്ക് ഇത് ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണോ വരുന്നത്? ഇപ്പൊ ഒരു സെറ്റോടെ ആണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാക്ക് ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇടിയപ്പം മെഷീനും വരുന്നുണ്ട്. ഇതിൽ എത്ര പ്ലേറ്റ്? 50 പ്ലേറ്റ്. ഇത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അത് ഫൈബർ ആണ് വരുന്നത്. ചൂടായാലേ ഒന്നും ആവില്ല. പ്രോബ്ലംസ് ഒന്നും. അത് തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ 50 പീസ് ഇതുപോലത്തെ പ്ലേറ്റ് ഉണ്ടാവും. അതേപോലെ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇത് ഈ ഒരു സെറ്റ്. ഇതിൽ 2 എണ്ണം വരും. അതെ, സ്റ്റീലിന്റെ 2 ഗ്രില്ല് വരും. പിന്നെ 50 പീസ് ഉണ്ടാവും. ഗ്യാസ് സ്റ്റവ് വരുന്നുണ്ട്. ഒരു ചെമ്പ് മൂടി, ഒരു ചെമ്പ്. ഈ ഗ്രില്ലിലാണ് നമ്മൾ ഇത് വെച്ച് ഇതിനകത്ത് വെക്കുന്നത്. നമ്മൾ ഇടിയപ്പം മെഷീനിൽ പ്രസ് ചെയ്തെടുക്കുന്നു, ഗ്രില്ലിലേക്ക് വെക്കുന്നു, നേരെ ചെമ്പിലേക്ക് വെക്കുന്നു. നമുക്ക് ഇടിയപ്പം ആക്കി എടുക്കാനുള്ള എല്ലാം സെറ്റ് ആയിട്ടാണ്. ഇതിനിങ്ങനെ സെറ്റ് ആയിട്ട് ടോട്ടൽ എത്ര പ്രൈസ് വരുന്നത്? 44,000 രൂപ വരും. 44 വരുന്നത്. നമ്മളിത് സെപ്പറേറ്റ് ആണെന്നുണ്ട്. ഇപ്പൊ ഒരാളുടെ അടുത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. അത് 36 രൂപ വരും. 36,000 രൂപ മാത്രമാണ് വരുന്നത്. അപ്പൊ നമുക്ക് മെഷീൻ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് എന്റെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇത് ഓൺ ചെയ്ത് വർക്ക് ചെയ്ത് തന്നെ കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? സർവീസ് നമ്മുടെ സേലത്താണ്, കമ്പനിയിൽ നിന്നാണ് ആൾ ചെയ്യുന്നത്. എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ചെറിയ പ്രോബ്ലംസ് മാത്രമല്ല. DC വോൾട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിച്ചാൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. അവർ വീഡിയോ കോളിൽ വരും. അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. സപ്പോസ് ഇനി അത് അല്ലാതെ വലിയ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കും. അവർ ഒന്നെങ്കിൽ പുതിയ തയ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ വന്ന് ചെയ്ത് വാറന്റി കാര്യങ്ങൾ എന്തെങ്കിലും 1 ഇയർ വാറന്റി 3 years വരെ കംപ്ലൈന്റ്സ് ഒക്കെ അവർ വന്ന് ഫ്രീ സർവീസ് ചെയ്ത് തരും. അതേപോലെ നമുക്ക് വീട്ടു കറണ്ടിൽ തന്നെ 3 ഫേസിന്റെ ആവശ്യമൊന്നുമില്ല. ഉള്ളിൽ പോകുന്ന DC ആയതുകൊണ്ട് നമുക്ക് ഇൻവെർട്ടറിലും വർക്ക് ചെയ്യും. ഇൻവെർട്ടർ വർക്ക് ചെയ്യും. ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മെഷീൻ സിംഗിൾ ആയിട്ടും എടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ടും എടുക്കാൻ പറ്റും. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ചെമ്പ്, അതേപോലെ തന്നെ സ്റ്റവ്, ഈ ഒരു ഗ്രില്ലിന്റെ തട്ട്, അതേപോലെ തന്നെ ഇതിന്റെ പ്ലേറ്റിൽ മെഷീൻ എടുക്കുമ്പോൾ പ്ലേറ്റ് എന്തായാലും കിട്ടും. ഓക്കെ, ഇത് ടോട്ടൽ ആണെങ്കിൽ 44,000 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ മെഷീൻ മാത്രം എടുക്കുകയാണെങ്കിൽ വെറും 36,000 രൂപ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ മെഷീൻ കാണുന്നുണ്ടെങ്കിൽ തോപ്പുംപടിയിലുള്ള ഫിഷിംഗ് ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ മെഷീൻ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത് സേലത്താണ്. ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സേലത്ത്. മെഷീന് വാറന്റി കൊടുക്കുന്ന 1 വർഷം. സർവീസ് വാറന്റി ആണെങ്കിൽ 3 വർഷം. നമ്മുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. നമ്പറിൽ എപ്പോ ആണെങ്കിലും വിളിക്കാം. ഓക്കെ, നമ്മുടെ ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണോ? ഇവിടെ സൺഡേ ഓപ്പൺ അല്ല, ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം. സപ്പോസ് സൺഡേ തന്നെ വരാൻ സൗകര്യമാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്നാൽ മതി. സൗകര്യം. ഇനി കാണാൻ പോകുന്ന ഈ കാണുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടത് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ച് ഇടിയപ്പം പ്രസ് ചെയ്യുന്ന മെഷീനാണ്. ഇപ്പോൾ കാണുന്നത് നമുക്ക് ഒരു പ്ലേറ്റിലേക്കോ അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ഹാങ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുന്ന, പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഈ മെഷീൻ കൊണ്ട് നമുക്ക് ഇടിയപ്പം മാത്രമല്ല മിച്ചർ, ഓലവട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും.
ഇതിൻ്റെ അകത്തുള്ള അച്ച്, അതായത് ആ ഷേപ്പുള്ള ഹോൾ ഉള്ള അച്ച് മാത്രം മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഏകദേശം 5-6ഓളം ബേക്കറി ഐറ്റംസ് നമുക്ക് ഈ മെഷീനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇടിയപ്പം മാത്രമല്ല, ബേക്കറി സംഭവങ്ങൾ, ഇപ്പോൾ മുറുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇടിയപ്പം ആണെങ്കിലും നമുക്കിപ്പോൾ ഒരു പാത്രത്തിൽ കുറേ ഇടിയപ്പം ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിൻ്റെ പല ഭാഗത്തായിട്ട് ഇതേപോലെ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സംഭവം നമുക്ക് ഇതിൻ്റെ അച്ച് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ഇതേപോലെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഹാങ്ങിങ് മെഷീനാണിത്. ഇതും അതേപോലെ തന്നെ വേറൊരു പ്രസ് ചെയ്തെടുക്കുന്ന മെഷീനാണ്. മാവ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് അളവിൽ ഇതേപോലെ നമുക്കിപ്പോൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ മാവ് നമ്മൾ അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. നമുക്ക് പല ബേക്കറി സംഭവങ്ങളും ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഇതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയിൽ സൈസിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്.